സീറോ മലബാർ വിശ്വാസികൾ അടുത്തിടെ കല്യാൺ, ശംഷാബാദ്, അദിലാബാദ് എന്നീ അതിരൂപതകളിൽ നടന്ന ആഘോഷങ്ങളിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തു. കേരളത്തിന് പുറത്തുള്ള പ്രധാന 3 കുടിയേറ്റ അതിരൂപതകളാണ് ഇവ രണ്ടും. ഇവിടങ്ങളിൽ ഏകീകൃത വിശുദ്ധ കുർബാന പൂർണ്ണ വിശുദ്ധിയോടും ഭക്തിയോടും കൂടി അർപ്പിക്കപ്പെട്ടു. ഈ ആഘോഷങ്ങൾ നേരിട്ട് പങ്കെടുത്ത വിശ്വാസികൾക്കും ഓൺലൈനിലൂടെ ചേർന്നവർക്കും വാസ്തവത്തിൽ ആത്മീയ ഉത്സവം തന്നെയായിരുന്നു. എന്നിരുന്നാലും ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് ഇപ്പോഴും ചില പ്രധാന കുർബാനയിലെ ചില അതിവിശുദ്ധമായ ആചാര അനുഷ്ഠാനങ്ങൾ ബൈപ്പാസ് ചെയ്യുവാൻ വേണ്ടി ഫരീദാബാദ് ഒരു കുടിയേറ്റ ഡയോസിസാണ് എന്ന് വ്യാജ കാരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലൂടെ അദ്ദേഹം സഭയുടെ ആജ്ഞതകളോട് തുറന്ന അവഗണനയും അനുസരണക്കേടും കാണിക്കുന്നതല്ലേ എന്ന് ചോദിക്കേണ്ടതായി വരികയാണ്. അതോടൊപ്പം സഭയുടെ അധികാരത്തെ വെല്ലുവിളിച്ച് അതിരൂപതയിലെ സമാധാനപ്രിയ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭയിലെ ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുമുള്ള മൈഗ്രൻ്റ് രൂപതകളിലും അതിരൂപതകളിലും ഇപ്പോൾ ഏകീകൃത വിശുദ്ധ കുർബാന താക്സയിൽ എഴുതിയിരിക്കുന്നത് പോലെയും പരമ്പരാഗതമായി തുടരുന്ന രീതിയിലും 2021 നവംബർ 28 മുതൽ ഭക്തി നിർഭരമായി അനുഷ്ഠിച്ചു വരുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടാണ് ഫരീദാബാദ് ബിഷപ്പ് തൻ്റെ ഫരീദാബാദ് മൈഗ്രൻ്റ് രൂപത എന്ന മുടന്തൻ വാദത്തിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഫരീദാബാദ് രൂപതയിലെ വിശ്വാസികൾ പൂർണ്ണമായും ആത്മീയമായ വേദനയിലും ധർമ്മസങ്കടത്തിലുമാണ്. എന്ത് തരത്തിലുള്ള മൈഗ്രെയിൻ രോഗമാണ് ഫരീദാബാദ് ആർച്ച് ബിഷപ്പിനെ ബാധിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ എപ്പോഴെങ്കിലും വിശ്വാസികൾ ഈ വ്യതിയാനങ്ങളെപ്പറ്റി ചോദിക്കുമ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് അതേ വാക്കുകൾ തന്നെയാണ്. ഫരീദാബാദ് ഒരു മൈഗ്രെയിൻ രൂപതയായതിനാൽ പൂർണ്ണമായ ബലിയർപ്പണം സാധ്യമല്ല. ഇത് ഇനിയൊരു മറുപടിയല്ല, മറിച്ച് സ്വന്തം വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും മറയ്ക്കാനുള്ള പുകമറ മാത്രമാണ്. അതോടൊപ്പം പരിശുദ്ധ പിതാവിൻ്റെ അനുമതിയോടെ അംഗീകരിച്ച ഏകീകൃത വിശുദ്ധ കുർബാനയോടുള്ള പൂർണ്ണ അനാദരവുമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങളിലൂടെ അദ്ദേഹം നേടുന്ന ഗുണം എന്താണ് എന്ന് വിശ്വാസികളെ വിസ്മയപ്പെടുത്തുന്നുണ്ട്. ഈ കുഴപ്പങ്ങൾക്കിടയിലും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അന്ധമായ പ്രശംസാപത്രം ഫരീദാബാദ് രൂപതാ മെത്രാപ്പൊലീത്തയ്ക്ക് നൽകിയതും വിശ്വാസികളെ കൂടുതൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിനാൽ യഥാസ്ഥിതി അറിയുവാൻ ഫരീദാബാദ് രൂപതാ പള്ളികളിലെ വിശ്വാസികളിൽ നിന്ന് ഒരു റഫറൻഡം നടത്തേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിവേഷം പുറത്തു കാണാൻ കഴിയും. താമസിയാതെ തന്നെ നമ്മുടെ ആർച്ച് ബിഷപ്പ് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായി ഉയരുകയാണ്. നവംബർ 2 മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൻ്റെ അനുഗ്രഹത്തോടെ ഈ ചടങ്ങുകൾ നടക്കും. ഫരീദാബാദ് ഡയോസിസിലെ വിശ്വാസികൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. മാർ കുര്യാക്കോസ് ബാരണിക്കുളങ്ങരയ്ക്ക് ദൈവികമായ ബോധോദയം ലഭിക്കട്ടെ. താൻ തന്നെ ഉണ്ടാക്കിയ ഇരുട്ടിനും സഭാവിരുദ്ധ നടപടികൾക്കും വിരാമമിട്ട് വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ ഐക്യം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം ആവശ്യമായ ആത്മീയ വെളിച്ചം ഉണ്ടായി വിശ്വാസികളെ സഭാ ഐക്യത്തിലൂടെ നയിക്കാൻ കഴിയുമാറാകട്ടെ. അതുപോലെ മേജർ ആർച്ച് ബിഷപ്പിനും പുതിയ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പിനും ശരിയായ ദിശയും ആത്മീയ മാർഗനിർദ്ദേശവും നൽകട്ടെ. അതുവഴി നമ്മുടെ വിശുദ്ധ സഭയിൽ വീണ്ടും ഐക്യവും വിശുദ്ധിയും പുനഃസ്ഥാപിക്കപ്പെടട്ടെ. കാരണം സത്യമായ യൂണിറ്റി നേടപ്പെടുന്നത് യൂണിഫോമിറ്റിയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ.